ഹായ് എവരിവൺ, എല്ലാവർക്കും AVS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡീസ് സർക്കിളിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2014 മുതലുള്ള UPSC ചോദിച്ചിട്ടുള്ള, അതായത് 2014 മുതൽ 2024 വരെ UPSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതും സബ്ജക്ട് വൈസ് അല്ലെ, ഓരോ സബ്ജക്ട്, പൊളിറ്റി, ജോഗ്രഫി, അങ്ങനെ ഓരോ സബ്ജക്റ്റുകളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ക്ലാസ് കാണുന്നുണ്ടാവും എന്ന വിശ്വാസം. എല്ലാവരും ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പൊളിറ്റീൻ്റെയാണ്. പൊളിറ്റി നിങ്ങൾക്ക് അറിയാം, നമ്മൾ എവിടെ എത്തി? 2014, 2015, 2016 നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ 2017 നോക്കും. ഓക്കെ, അപ്പൊ പൊളിറ്റിയുടെ കൂടെ തന്നെ മറ്റൊരു സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും, ബുധനാഴ്ചയും, വെള്ളിയാഴ്ചയുമാണ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ എല്ലാവരും വിട്ടുപോകാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ AVS അക്കാഡമി കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ ഇതിനു മുന്നേ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കറന്റ് നമ്മൾ എന്തിനാണ് UPSCക്കും PSCക്കും ഉള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ 2026 UPSC സിവിൽ സർവീസ് എക്സാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയാണുള്ളത്. അതുപോലെ KAS എക്സാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും നമ്മൾ ശനിയും ഞായറായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് ഫൗണ്ടേഷൻ ബാച്ച്, അതിപ്പം ഹൈസ്കൂൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കുള്ള സിവിൽ UPSCയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ ശനിയും ഞായറായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇവിടുത്തെ ഈ സ്ലൈഡിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ UPSC PSC ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ അക്കാഡമിയിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിയുടെ 2017 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് എന്താണ്, ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് പൊളിറ്റിന്ന് വന്നത് 2016 അല്ലെ, 14 വെറും 5 ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഓക്കെ, ബാക്കി കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. എന്നാൽ 2017 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ വന്ന ഒരു വർഷമാണ് 2017. സാധാരണ 15, 14 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം 2017 വന്നത് 22 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 22 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് നോക്കുന്നില്ല. നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യനെ നോക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കേൾക്കുന്നുണ്ട്? ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് എ 5-member ബോഡി. ആണോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് എ 5-member ബോഡി. സെക്കൻഡ് എന്താണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് decides the election schedule for the conduct of both general election and by-elections. ആണോ? Election Commission resolves the dispute relating to splits or mergers of recognized political parties. അപ്പൊ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? പറഞ്ഞേ, ചെയ്യാൻ നോക്കിയേ. ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് എ 5-member ബോഡി. ആണോ? ബേസിക് ആയിട്ട് ഇലക്ഷൻ കമ്മീഷനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു 5-member ബോഡി അല്ല. എന്താണ്? അതിലാകെ 3 മെമ്പേഴ്സ് ഉള്ളൂ അല്ലെ. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും. എന്താണ് പിന്നെ ആരാ ഉണ്ടാവുക? പിന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് എത്ര ഇലക്ഷൻ കമ്മീഷണേഴ്സ് വേണമെന്ന് പ്രസിഡന്റ് ആണ് തീരുമാനിക്കുക. ഇപ്പൊ കറന്റ് ഉള്ള എന്താണ്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണറും, ടോട്ടൽ 3 പേര്. ഓക്കെ, 5-member ബോഡി അല്ല, തെറ്റാണ്. ഓക്കെ, ഇനി 1989 വരെ എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷനിൽ വെറും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ മെമ്പർ ഉണ്ടായിരുന്നുള്ളൂ, 1 member ആയിരുന്നു. 1989 ശേഷമാണ് എന്തത് ഒരു മൾട്ടി-member ബോഡി ആക്കിയത്. അതായത് ഒരാളിൽ നിന്ന് 3 member ആയത്. അതുവരെ ഒറ്റ ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 3 പേരുണ്ടായിരുന്നില്ല. ഇപ്പൊ കറന്റ് 3 പേരുണ്ട്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ എന്താ, ഹെൽപ്പ് ചെയ്യാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറഞ്ഞ ഓഫീസറോട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. ഇനി എപ്പോഴാണ്? 1950 ജാനുവരി 25 എന്ത് ഇലക്ഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ആയത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ്, എവിടേക്കൊക്കെ ഉള്ളതാണ്? ലോകസഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അല്ലെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരൊക്കെ ഇലക്ഷൻ ആരാണ് നോക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ എന്താണ് ഇവിടെ അടുത്ത പോയിന്റ് തെറ്റല്ലേ? യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണോ? അല്ല, ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ഇലക്ഷൻ ഷെഡ്യൂളും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതിപ്പോ ജനറൽ ഇലക്ഷൻ ആയിക്കോട്ടെ, ബൈ ഇലക്ഷൻ ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ഇലക്ഷൻ ഷെഡ്യൂൾ തീരുമാനിക്കുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, അല്ലാതെ മിനിസ്ട്രി അല്ല. അപ്പൊ അത് തെറ്റാണ്. രാജ്യസഭ, ലോകസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരൊക്കെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്?
ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ്സ് ദ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ദ സ്പ്ലിറ്റ്സ് ഓർ മേജർ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഒക്കെ വരുമ്പോൾ അതാരാ നോക്കുക? അതിന്റെ കാര്യം നോക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, സ്പ്ലിറ്റ് പാർട്ടികൾ തമ്മിൽ സ്പ്ലിറ്റ് ആവുന്നത് മേജ് ആവുന്നത് ഒക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇത് ശരിയാണ്. അപ്പോ 3 ഓൺലി ആണ് ശരി. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇവരുടെയൊക്കെ ഇലക്ഷൻ നോക്കുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? അല്ല, അത് തെറ്റിപ്പോവരുത്. ഈ ബാക്കി എല്ലാ ഇലക്ഷനും നോക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ ഒക്കെ നോക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ഒക്കെ നോക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ സ്റ്റേറ്റിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ടാവില്ല, അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇവിടേക്കൊക്കെ ഇലക്ഷൻ നോക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, പിന്നെ ഏതൊക്കെ ആർട്ടിക്കിളാണ് ഇവരെ പറ്റി പറയുന്നത്? 324 മുതൽ 329 മുതലുള്ള ആർട്ടിക്കിൾ ആണെന്ത്? ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ കാലാവധി എത്രയാണ്? ഓർത്ത് വെക്കാൻ, തെറ്റിപ്പോകരുത്. 6 ഇയേഴ്സ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരിക 5 ഇയേഴ്സ് എന്നൊക്കെ ആയിരിക്കും. 6 ഇയേഴ്സ് ആണ്. 6 ഇയേഴ്സ് അല്ലെങ്കിൽ എത്രയാണ്? 65 വയസ്സാവുന്നത് വരെ. ഇതിൽ ഏതാണ് ആദ്യം? അത്. ഓക്കെ, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെ സാലറി കണ്ടീഷൻ ഒക്കെ എന്താണ്? സുപ്രീം കോടതി ജഡ്ജുമായിട്ടുള്ള ജഡ്ജിന്റെ സാലറി ഒക്കെ ആയിട്ട് ഈക്വലന്റ് ആണ്. ഓക്കെ, ഇപ്പൊ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവർക്ക് എപ്പോ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇവർ റിമൂവ് ചെയ്യുക എങ്ങനെയാണ്? ഈ സുപ്രീം കോടതിയിലെ ജഡ്ജസ് എങ്ങനെ റിമൂവ് ചെയ്യുക, അതേ പ്രൊസീജിയർ ഉപയോഗിച്ചാണ് ഇവരും റിമൂവ് ചെയ്യുക, ഇലക്ഷൻ കമ്മീഷനെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, മറന്നു വരുന്നത്. 6 വർഷം ആണ് ഇവരുടെ കാലാവധി, ഏജ് ഇലക്ഷൻ കമ്മീഷന്റെ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ആൻസർ ഡി ആണ്, 3 ഓൺലി. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ എന്താ ഫീച്ചർ അല്ലാത്തെന്നാ ചോദിച്ചത്. നമ്മുടെ ഇന്ത്യ ഒരു യൂണിറ്ററി ഫോം ഓഫ് യൂണിറ്ററി ആണോ അതോ ഫെഡറൽ ആണോ? യൂണിയൻ ആണോ ഫെഡറൽ ആണോ? എന്താണ്? അതായത് ഇപ്പൊ അമേരിക്കന്റെ കേസ് എടുത്താല് നമുക്ക് ഫെഡറൽ ആണ്, അവിടെ ഫെഡറൽ ആണ്. എന്താണ് ഫെഡറൽ എന്ന് വെച്ചാൽ? എന്താണ്? അവിടുത്തെ സ്റ്റേറ്റുകൾ, അവിടെ ഇപ്പൊ അമേരിക്കന്റെ കേസ് അവിടെ 50 സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് എല്ലാവരും കൂടി അഗ്രി ചെയ്തിട്ട് ഒരു അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വന്നത്. അതായത് എല്ലാ സ്റ്റേറ്റൂടെ യോജിപ്പിച്ചിട്ടാണ് എന്ത് അവരെല്ലാവരും ബന്ധപ്പെട്ട അഗ്രിമെന്റിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USA വന്നത്. പക്ഷെ നമ്മളവിടെ അങ്ങനെയാണോ? നമ്മളവിടെ എന്താ, നമ്മുടെ മൊത്തം രാജ്യമാണ്, അവിടെ സ്റ്റേറ്റുകൾ തമ്മിൽ അഗ്രിമെന്റ് ഒന്നും ഇല്ല. കുറെ സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റുകൾ തമ്മിൽ അഗ്രിമെന്റ് ചെയ്തിട്ടല്ല നമ്മുടെ രാജ്യം ഉണ്ടായത്. അപ്പൊ നമ്മളെന്താ, അമേരിക്ക പോലെ ഫെഡറൽ രാജ്യം അല്ല നമ്മുടേത്. ഓക്കെ, പക്ഷെ നമ്മൾ ബ്രിട്ടൻ പോലെ യൂണിയൻ ഗവൺമെന്റ് ആണ്. എന്നാൽ നമുക്ക് ഒരുപാട് ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പലപ്പോഴും പറയുന്നത് എന്താണ്? ഒരു കോസി ഫെഡറൽ എന്നാണ് നമ്മുടെ ഇതിനെ പറയാറ്. നമ്മളെന്താ, നമ്മളേല് യൂണിറ്ററി ഫീച്ചറും ഉണ്ട്, ഫെഡറൽ ഫീച്ചറും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഫെഡറൽ ഫീച്ചേഴ്സിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്. നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. നോക്കിയേ, ദർ ഇസ് എൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ. Powers have been clearly divided between center and the state. Federating units have been given unequal representation in the Rajya Sabha. It is a result of an agreement among the federating units. ഏതാണ് അല്ലാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദർ ഇസ് എൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ. ശരിയല്ലേ? നമുക്കൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, നമ്മുടെ ജുഡീഷ്യറി സെപ്പറേറ്റ് ആണ്. അത് മറ്റേ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് നമുക്കുള്ളത്. പിന്നെ പവേഴ്സ് ഹാവ് ബീൻ ക്ലിയർലി ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അല്ലെ, സെൻട്രലിനും സ്റ്റേറ്റിനും കൃത്യമായുള്ള പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു ഫെഡറൽ ഫീച്ചർ ആണത്. അതായത് എല്ലാ പവറും സെൻട്രലിന്റെ കയ്യിൽ വെക്കാതെ കുറെയൊക്കെ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ സബ്ജക്റ്റ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതും ശരി, അതും നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചർ ആണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ഹാവ് ബീൻ അൺഈക്വൽ റെപ്രസെന്റേഷൻ ഇൻ ദ രാജ്യസഭ. ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ഹാവ് ബീൻ ഗിവൻ അൺഈക്വൽ റെപ്രസെന്റേഷൻ. അത് ശരിയല്ലേ? കാരണം എല്ലാ സ്റ്റേറ്റിലും എന്താണ് ഒരേ റെപ്രസെന്റേഷൻ ആണോ? അല്ലല്ലേ. ഇപ്പൊ ഉത്തർപ്രദേശിലുള്ള റെപ്രസെന്റേഷൻ അല്ല കേരളത്തില്, അല്ലെ? അത് പോപ്പുലേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഡിഫറെന്റ് അൺഈക്വൽ ആയുള്ള റെപ്രസെന്റേഷൻ ആണ്. ശരിയാണ്, അപ്പൊ അതും ശരിയാണ്. എന്നാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എൻ അഗ്രിമെന്റ് അമംഗ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ്. ആണോ? നമ്മളെ ഇന്ത്യ ഫോം ചെയ്തത്
ഇവിടുള്ള സ്റ്റേറ്റുകളൊക്കെ ഒരു അഗ്രിമെന്റ് ഫോം ചെയ്തിട്ടാണോ? അതായത് കേരളം, തമിഴ്നാട് എല്ലാവരും കൂടി അഗ്രിമെന്റ് ചെയ്തിട്ടാണോ നമ്മൾ ഇന്ത്യ ഉണ്ടായത്? അല്ലല്ലോ. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയാണ്. അമേരിക്കയിൽ അവിടുത്തെ 50 സ്റ്റേറ്റുകൾ എല്ലാവരും കൂടി അഗ്രിമെന്റ് ഫോം ചെയ്തിട്ടാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇത് അമേരിക്കന്റെ ഫീച്ചറാണ്, നമ്മുടെ ഫീച്ചറല്ല. നമ്മളെന്താ, നമ്മുടെ സ്റ്റേറ്റുകളൊന്നും അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടല്ല എന്ത് ഇന്ത്യ ഉണ്ടായത്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ എന്താ ഇന്ത്യൻ ഫെഡറലിന്റെ ഫീച്ചേഴ്സ്? എന്താ ഫെഡറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതുപോലെ ബൈ ക്യാമറൽ, അതായത് ലോകസഭ രാജ്യസഭയുള്ള ലെജിസ്ലേച്ചർ, സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ടു ടയർ ഗവൺമെന്റ്, അതായത് സെൻട്രൽ സ്റ്റേറ്റ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഓക്കെ, പിന്നെ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓൾ ഇന്ത്യ സർവീസസ്, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇതൊക്കെ യൂണിറ്ററി ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ട് പറയും. ഓക്കെ, നെക്സ്റ്റ് 2017 കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡെമോക്രസി സുപ്പീരിയർ വേർച്യൂ ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് കോൾസ് ഇൻ ടു ആക്ടിവിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്ന് ശരിക്കും വായിച്ചേ. ഡെമോക്രസിനെ പറ്റിയുള്ള കുറെ സെന്റൻസുകളും പലരും പറഞ്ഞ വാക്കുകൾ, സെന്റൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെമോക്രസീസ് സുപ്പീരിയർ വേർച്യൂ ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് കോൾസ് ഇൻ ടു ആക്ടിവിറ്റി. ബാക്കി ഫില്ല് ചെയ്യണം, ബാക്കി ഇവിടെ നിന്ന് എടുക്കണം. എന്താണ് ഡെമോക്രസിന്റെ സുപ്പീരിയർ വേർച്യൂ? എന്താണ് ഡെമോക്രസി? ഇറ്റ്സ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് സിറ്റിസൺസ് എലക്ട് ദ റെപ്രസെന്റേറ്റീവ്. അല്ലെ, നമ്മൾ അവിടുത്തെ ഒരു രാജ്യത്തിന്റെ സിറ്റിസൺസ് അവിടുത്തെ ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്ന ആണ് എന്ത് പറയാ? ഡെമോക്രസി എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചേ, ജനങ്ങളാണെന്ത് അവിടുത്തെ ഭരണാധികാരികളൊക്കെ എലക്ട് ചെയ്യുന്നത്, അവരുടെ വോട്ടിംഗ്, അവരുടെ ഡിസിഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, ദ ഇന്റലിജൻസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ഓർഡിനറി മെൻ ആൻഡ് വുമൻ, ദ മെത്തേഡ്സ് ഓഫ് സ്ട്രെങ്തനിങ് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ്, എ സുപ്പീരിയർ ഇൻഡിവിജ്വൽ വിത്ത് ഡൈനാമിസം ആൻഡ് വിഷൻ, എ ബാൻഡ് ഓഫ് ഡെഡിക്കേറ്റഡ് പാർട്ടി വർക്കേഴ്സ്. ഇപ്പൊ ഡെമോക്രസിന്റെ സുപ്പീരിയർ വേർച്യൂ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സിറ്റിസൺസ്, ജനങ്ങളാണ് എന്ത് അവിടുത്തെ ഗവൺമെന്റ് എലക്ട് ചെയ്യുന്നത്. ആര് വേണം, ആര് ശരിയാണ്, ആര് തെറ്റാണെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ജനങ്ങളാണ്, വോട്ടിങ്ങിലൂടെ അല്ലേ? അപ്പൊ എന്താണ് ഡെമോക്രസിന്റെ സുപ്പീരിയർ വേർച്യൂ എവിടെയുള്ളത്? അവിടുത്തെ ജനങ്ങളുടെ ഇന്റലിജൻസിലും ക്യാരക്ടറിലുമാണ്. ദ ഇന്റലിജൻസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ഓർഡിനറി മെൻ ആൻഡ് വുമൻ. കാരണം അവരാണ് എന്ത് അവരെ ഭരിക്കേണ്ട ആളുകളെയും ഒക്കെ എലക്ട് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലെ? അവർക്ക് വോട്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു പോയിന്റ് ആണിത്. ഡെമോക്രസി സുപ്പീരിയർ വേർച്യൂ ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് കോൾസ് ഇൻ ടു ആക്ടിവിറ്റി ദി ഇന്റലിജൻസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ദ ഓർഡിനറി മെൻ ആൻഡ് വുമൻ. ഓക്കെ, അപ്പം മൂന്നാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ആസ് എൻ എക്സസൈസ് ഇൻ സിമ്പിൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ 2015 ഞാൻ ചെയ്തു തോന്നുന്നു. നോക്കിയേ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കേൾക്കുമ്പോൾ നമ്മൾ മൈൻഡിലേക്ക് വരുന്ന വാക്ക് എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്? അത് താഴെ തട്ടിലുള്ള ഗവൺമെന്റ് അല്ലെ? അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കഴിഞ്ഞുള്ള തേർഡ് ടയർ, അതായത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസും. എന്തിനാണ് ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസും ഉണ്ടാക്കിയിരിക്കുന്നത്? അത് അറിയുമ്പോൾ തന്നെ ക്യാൻസർ കിട്ടും. എന്തിനാണ്? അതായത് ഗവൺമെന്റിന്റെ സേവനം താഴെ തട്ടുള്ള ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി അല്ലെ? അതിനുവേണ്ടി മാത്രമല്ല, എന്താ എല്ലാ ഡിസിഷനും സെൻട്രൽ ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ല. കുറെ ഡിസിഷൻ എന്താണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴെത്തട്ട ജനങ്ങളിലേക്ക് എത്തില്ല. അപ്പൊ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ അതിന് താഴെ തട്ടുള്ള ഗവൺമെന്റും പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നാലേ ജനങ്ങളുടെ പ്രശ്നമൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു വെള്ളത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് അറിയണമെന്നില്ല, അവരിലേക്ക് എത്തില്ല. അപ്പൊ എന്താ, അപ്പൊ അവിടെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വേണം. ഓക്കെ, അവിടുത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഭരണാധികാരികളിൽ എത്തിക്കാനും പെട്ടെന്ന് അതിന് പരിഹാരം കാണാനൊക്കെ ലോക്കൽ ആയിട്ടൊരു ഗവൺമെന്റ് വേണം. അതിന് വേണ്ടി വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ അത് ഇതിൽ ഏതാണ്? ഫെഡറലിസം ആണോ? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണോ? അഡ്മിനിസ്ട്രേറ്റീവ് ഡെലിഗേഷൻ ആണോ? ഡയറക്ട് ഡെമോക്രസി ആണോ? സിമ്പിൾ ആണ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഈ ഡീസെൻട്രലൈസേഷന് വേണ്ടിയാണ് എന്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, അതായത് എന്താണ് എല്ലാ പവർ ഈ സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ വെക്കാതെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, കൃത്യമായി ഡിവൈഡ് ചെയ്യാം. എങ്ങോട്ടാ? സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ലോക്കൽ ഗവൺമെന്റിലേക്കും കൃത്യമായി ഡിവൈഡ് ചെയ്യാം. അവർക്ക് ഉള്ള പവറുകളൊക്കെ കൃത്യമായി ഡിവൈഡ്, അതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. എല്ലാ പവറും എല്ലാ അധികാരവും സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ വെച്ച് എന്താണ് അത് സെൻട്രലൈസേഷൻ ആയി. എല്ലാം സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ വെച്ചിട്ട് നമുക്ക് കാര്യമില്ല. അത്
താഴെ തട്ടുള്ള ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും അവിടെ നിന്ന് ലോക്കൽ ഗവൺമെന്റിലേക്കൊക്കെ. ഇപ്പൊ ഡീസെൻട്രലൈസേഷൻ ആണ് എന്ത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പറയുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് വേണ്ട ആദ്യത്തെ പോയിന്റ്. ഡീസെൻട്രലൈസേഷൻ അതുപോലെ എന്താണ്? പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. ഇതാണ് ഈ രണ്ടെണ്ണമാണ് എന്ത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, which one of the following objectives is not embodied in the preamble of the Constitution of India? Preamble വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? വളരെ സിമ്പിളും ആണ്, എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയ ആണ്. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്, ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് നമ്മൾ ഭരണഘടനയുടെ ഉള്ളിലുള്ളത് തന്നെ നമുക്ക് ആ പ്രിയാമ്പിൾ വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫിയും അതിന്റെ ഒബ്ജക്റ്റീവും ഒക്കെ എവിടെയാണ്? ആ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രിയാമ്പിൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ. വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വി ദ പീപ്പിൾ, വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് പ്രിയാമ്പിൾ തുടങ്ങുന്നത്. ഓക്കെ, ആ പ്രിയാമ്പിൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് നമ്മുടെ ആ മൊത്തം എന്താണ് ആ ഒരു എന്താ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഐഡിയ കിട്ടും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്, അതൊക്കെ നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ പ്രിയാമ്പിളിന് പലരും എന്താണ് സോൾ എന്നൊക്കെ പറയാറുണ്ട്, സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചത്. അത് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിയാമ്പിൾ എന്തൊക്കെ പറ്റിയ ഐഡിയ തരാറ്? അതായത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്, അതായത് ഒരു അബ്സ്ട്രാക്ട് ഒക്കെ പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഫ്രണ്ട് പേജിലുള്ളതാണ് പ്രിയാമ്പിൾ. അത് വായിച്ച് നമുക്ക് എന്തൊക്കെ ഐഡിയ കിട്ടുക? ഒന്ന്, സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, രണ്ട്, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. പിന്നെന്താണ്? ഒബ്ജക്റ്റീവ്സ്. പിന്നെ നാലാമത് പറഞ്ഞതാണ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. എപ്പോഴാണ് നമ്മുടെ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? ജാനുവരി 26 ആണോ? അല്ലട്ടോ, നവംബർ ആണ്. തെറ്റിപ്പോയത്, നവംബർ 26 ആണ്. എപ്പോഴാണ്? നവംബർ 26, 1949 എന്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. അത് നിലവിൽ വന്നത് ജനുവരി 26 അതുകൊണ്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആഘോഷിക്കുന്നു. നവംബർ 26 നമ്മുടെ പ്രിയാമ്പിളിലുള്ള ഡേറ്റ്. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ നോക്കിയേ, പ്രിയാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകളുടെ ഒരു ഇന്റൻഷൻ ഉണ്ടാവല്ലോ, അവരുടെ ഒരു ഐഡിയോളജി, അതൊക്കെ ഈ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്താണ് സോഴ്സ്? വി ദ പീപ്പിൾ, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഒബ്ജക്റ്റീവ്സ്. അതായത് നേച്ചർ എന്ന് പറയുന്നത് എന്താ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക്. ഓക്കെ, അതാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, അത് പ്രിയാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒബ്ജക്റ്റീവ്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ലിബർട്ടി, ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇതൊക്കെ പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ പ്രിയാമ്പിൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊത്തം ഐഡിയ കിട്ടും. അതിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്കിയേ. ഓക്കെ, ലിബർട്ടി ഓഫ് തോട്ട്, എക്കണോമിക് ലിബർട്ടി, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ബിലീവ്. ഇതിൽ ഏതാണ് പ്രിയാമ്പിൾ പറഞ്ഞിട്ടില്ലാത്തത്? സിമ്പിൾ ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഊഹിച്ചാലേ മനസ്സിലാവും. എന്താ? എക്കണോമിക് ലിബർട്ടിനെ പറ്റി എന്താണ് പ്രിയാമ്പിൾ പറഞ്ഞിട്ടില്ല. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ബിലീഫ് ആണ് പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റിസ് ഉണ്ട്, അതുപോലെ ഇക്വാലിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പേജുകൾ ജസ്റ്റ് ഒന്ന് കാണാപ്പാടം പഠിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ലിബർട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ബിലീഫ് ആണ്, അല്ലാതെ എക്കണോമിക് ലിബർട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ അതാണ് നോട്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, എവിടെന്നാ ഇതിന്റെ ഐഡിയ വന്നത്? പ്രിയാമ്പിളിന്റെ ഐഡിയ നമുക്ക് എപ്പോഴാണ് വന്നത്? ജവഹർലാൽ നെഹ്റു പണ്ട് 1946 ഫോം ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ത്? ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. അതിൽ നിന്നാണ് പ്രിയാമ്പിളിനുള്ള ഐഡിയ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ക്ലിയർ ആയി ഓർത്ത് വെക്കുക പ്രിയാമ്പിളിനെ പറ്റി. ഇതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്. ഇതൊക്കെയാണ് പ്രിയാമ്പിൾ നമുക്ക് മനസ്സിലാവുന്നത്. ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പൊളിറ്റ് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ.
പ്രിയാമ്പിള് അമെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അമെന്റ്മെന്റ് പറ്റുമോ പ്രിയാമ്പിളിന്റെ? അത് പറ്റും. പക്ഷെ എന്താണ്, ഒരിക്കലും ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ എന്നത് മാറ്റാൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ എന്താണെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. പൊളിറ്റി ക്ലാസ്സുകളിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മള്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഇനി ഒരു സെക്കൻഡ്, ഇവിടെ ലിബർട്ടി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ലിബർട്ടിയും ഫ്രീഡവും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും? ഓക്കെ, രണ്ടും ഒരേ അർത്ഥമല്ല, രണ്ടിനും വ്യത്യാസമുണ്ട്. ഫ്രീഡം കുറച്ചുകൂടി ബ്രോഡർ ആണ്. ലിബർട്ടി എന്താണ്? ലിബർട്ടി കുറച്ചുകൂടി പൊളിറ്റിക്കലും ലീഗൽ റൈറ്റ് അസോസിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതായത് ലിബർട്ടി എന്ന് വെച്ചാൽ എന്താ, ഫുൾ ഫ്രീഡം അല്ല, എന്താണ്, ഒരു നിയമത്തിന്റെ ഉള്ളിലുള്ള ഫ്രീഡം ഉണ്ടല്ലോ, അതായത് ഒരു കൺട്രോൾ ഉണ്ടാവും, ആ ലോയിന്റെ ഉള്ളിലുള്ള ഫ്രീഡം, അതാണ് ലിബർട്ടി. എന്തും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ, അത് കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ്, ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും എന്താണ്, ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാർ, മേക്കേഴ്സ്, അവരുടെ മൈൻഡ് ഇതിൽ ഏതിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? പ്രിയാമ്പിളിലാണോ, ഫണ്ടമെന്റൽ റൈറ്റ്സിലാണോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ഇതിലാണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണോ? ഇതിലാ? സോറി, ഏതിലാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിന്റെ ഐഡിയോളജിയും ഫിലോസഫിയും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഏതിലാണ് കാണിച്ചിട്ടുള്ളത്? പ്രിയാമ്പിളിലാണ്. അതായത് അത് ആ പ്രിയാമ്പിൾ വായിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത ആൾക്കാരുടെ ഒരു മൈൻഡും അവരുടെ ഒരു ഫിലോസഫിക്കും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് സിമ്പിൾ ആണ്, പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ ആണ് എന്ത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ മൈൻഡ് നമുക്ക് റിഫ്ലക്ട് ആവുന്നത്. ഓക്കെ, അല്ലെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞില്ലേ, ലിബർട്ടി, ഈക്വാലിറ്റി, ജസ്റ്റിസ്, അതൊക്കെയാണ് അവർ മുന്നിൽ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത്, റൈറ്റ് ടു വോട്ട്. റൈറ്റ് ടു വോട്ട് എന്താ? റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി എലക്ടഡ് ഇൻ ഇന്ത്യ ഈസ് എന്താണ്? നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം, വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെടാനുള്ള റൈറ്റ്. അത് എന്ത് റൈറ്റ് ആണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, നാച്ചുറൽ റൈറ്റ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ, ലീഗൽ റൈറ്റ് ആണോ? എനി ഐഡിയ? നമ്മളെല്ലാ സിറ്റിസണും എന്താണ്, 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടല്ലോ, റൈറ്റ് ഉണ്ടല്ലേ? അത് ഏത് റൈറ്റ് ആണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം, അതെന്താണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ലല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്, ഒരുപാട് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 30 വരെയുള്ള സംഭവങ്ങളുണ്ട്. അതിൽ റൈറ്റ് ടു വോട്ട് പെടുന്നുണ്ടോ? ഇല്ല, റൈറ്റ് ടു വോട്ട് ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. പിന്നെന്താണ്? ഓക്കെ, റൈറ്റ് ടു വോട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് ലീഗൽ റൈറ്റ് എന്നും പറയാം. കാരണം എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും എന്താണ്, ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള റൈറ്റുകൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള റൈറ്റ് ഒക്കെ എന്താണ്, ആ റൈറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് നിയമത്തിന്റെ സഹായം തേടാം അല്ലേ? അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, നിയമത്തിന്റെ സഹായം തേടാം. അതുകൊണ്ട് എന്താ, എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും എന്താണ്, ലീഗൽ റൈറ്റും ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഈ രണ്ടെണ്ണം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഓക്കെ, റൈറ്റ് ടു വോട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത്? കാരണം അത് നമ്മുടെ ഭരണഘടനയിൽ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഓക്കെ, റൈറ്റ് ടു വോട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂട്ടത്തിൽ എന്താണ്, റൈറ്റ് ടു വോട്ട് വരുന്നില്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഇപ്പൊ ഏതാണ് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 326 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 326 എന്തിനെ പറ്റിയാ പറയുന്നത്? യൂണിവേഴ്സൽ സഫറേജ്. ഓക്കെ, റൈറ്റ് ടു വോട്ട്. ഓക്കെ, അപ്പം റൈറ്റ് ടു വോട്ട്, ഇനിയിപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നുള്ള സംഭവം ഓപ്ഷൻ ഇല്ലെങ്കിൽ, ലീഗൽ റൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ലീഗൽ റൈറ്റ് കൊടുക്കാം. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റും, പ്രിയാമ്പിളിന്റെ കേസ് പറഞ്ഞ സ്ഥലത്ത്, ഈ പ്രിയാമ്പിൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴാണ് അമെന്റ് ആയത്? ഒറ്റ തവണ മാത്രം പ്രിയാമ്പിൾ അമെന്റ് ചെയ്തിട്ടില്ല. എപ്പോഴാണ്? 42nd അമെന്റ്മെന്റ്. 42nd അമെന്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിക്കണം. എന്താണ്
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വരെ പറയുന്ന ഒരു അമെന്റ്മെന്റ് ആണ് 42ാമത്തെ അമെന്റ്മെന്റ്. ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്? പ്രിയാമ്പിളിന്റെ അമെന്റ്മെന്റ് 1976 ഓക്കെ. ഇത് എന്തൊക്കെയാണ് അമെന്റ് ചെയ്തത്? 2 പുതിയ വാക്കുകൾ കൊണ്ടു, 2 അല്ല 3 പുതിയ വാക്കുകൾ. എന്തൊക്കെ വാക്കുകൾ കൊണ്ടുവന്ന് അറിയോ ഈ അമെന്റ്മെന്റിൽ? സോഷ്യലിസ്റ്റ്, സെക്യുലാർ, പിന്നെ ഒരു വാക്ക് കൂടെ ഉണ്ട്. എന്ത് വാക്കാ? ഇന്റഗ്രിറ്റി. ഈ 3 വാക്ക് കൂടെ പ്രിയാമ്പിൾ ആഡ് ചെയ്തു ഈ ഒരു അമെന്റ്മെന്റിലൂടെ 1976 42nd അമെന്റ്മെന്റിലൂടെ. യൂണിറ്റി ഓഫ് നേഷൻ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. അത് മാറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ ആക്കി. ഓക്കെ, ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചാൽ മതി. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ന് ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 8, 9, 10. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിയും. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എൻവിസേജ്ഡ് ബൈ ദ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്തിനു പറ്റിയാണ്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലേ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന ഒന്നാണ് എന്ത്? റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എൻവിസേജ്ഡ് ബൈ ദ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇതിൽ ഏതൊക്കെയാണ്? Prohibition of traffic in human beings and forced labor, abolition of untouchability, protection of the interest of minorities, prohibition of employment of children in factories and mines. ഓക്കെ, ഇതോ ഏതൊക്കെയാണ്? ഇത് ഏതാ ആർട്ടിക്കിൾ വരുന്നതാ? ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ഏതൊക്കെയാ വരുന്നത്? ആർട്ടിക്കിൾ 14 മുതൽ 30 വരെയാണ്. വേണമെങ്കിൽ 32 എന്നും പറയാം. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ഏതിലാ വരുന്നത്? ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 23. ഓക്കെ, ഇനി പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ് ഇതിലാ വരുന്നത്? ആർട്ടിക്കിൾ 24 ആണ്. അതായത് ചൈൽഡ് ലേബർ, ഫാക്ടറിയിലും മൈൻസിലൊക്കെ ചിൽഡ്രൻസിനെ എംപ്ലോയ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. ഇനി അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇതിലാ വരുന്നത്? ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ, ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് അത് ഏറ്റവും ലാസ്റ്റിലേക്കാണ് വരുന്നത്. ആർട്ടിക്കിൾ 29 ആൻഡ് 30 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഇത് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഏതാണെന്ന ചോദ്യം. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഈ 14 മുതൽ 30 വരെ ഉള്ളത് എല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, ഉറപ്പായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ഇതിനെ 6 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 6 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഏതൊക്കെ അറിയോ? ഒന്ന്, റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ. 2, റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ. 3 എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവം. 4ാമത്തെ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീഡംസ്. 5ാമത്തെ എന്താണ്? മൈനോറിറ്റീസ് റൈറ്റ് ആണ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. പിന്നെ 6ാമത്തെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അത് ആർട്ടിക്കിൾ 32. ഓക്കെ. ഇനി ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 15 ആണ്. റൈറ്റ് ടു ഫ്രീഡം എന്താണ്? സോറി, റൈറ്റ് ടു ഇക്വാലിറ്റി 14 മുതൽ 18 വരെയാണ്. 18 വരെ. അതായത് ഈ അൺടച്ചബിലിറ്റി ഒക്കെ അതിൽ വരും. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഒക്കെ റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ് വരിക. ഓക്കെ. ഈ റൈറ്റ് ടു ഫ്രീഡത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് എന്ത്? റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നത്. ഇനി എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് നോക്കാം. എക്സ്പ്ലോയിറ്റേഷൻ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 23 24 ആണ് എക്സ്പ്ലോയിറ്റേഷന്റെ വരുന്നത്. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്താണ്? ഫ്രീഡം ഓഫ് റിലീജിയൻ 25 to 28 ആണ് ആർട്ടിക്കിൾ. ഓക്കെ. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ എവിടെയാണ് വരുന്നത്? കാണുന്നുണ്ടാവില്ല അല്ലെ? ആർട്ടിക്കിൾ 29 to 30 ആണ്. ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിക്കും. ഫണ്ടമെന്റൽ ആയിട്ട് അത്ര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നോക്കിയേ, നമ്മൾ ചോദിച്ചെന്താ? റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഏതൊക്കെയാണ്?
ആർട്ടിക്കിൾ 23 24. ആർട്ടിക്കിൾ 23 എന്താ അവിടെ പറഞ്ഞിട്ടുണ്ട്? എന്താ? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഫോഴ്സ് ലേബറും ആണെന്ത്? ആർട്ടിക്കിൾ 23. പിന്നെ എന്താ 24 ഉണ്ടല്ലേ? ആർട്ടിക്കിൾ 24 ഉണ്ട്. 24 എന്താ? ചൈൽഡ് ലേബർ, അതായത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്. അപ്പൊ 1 ഉം 4 ഉം ആണ് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നത്. അപ്പോഴത് അതെവിടെയാ? ഓപ്ഷൻ ഏതാ? സോറി, ഇത് ലാപ്പിന്റെ മിസ്റ്റേക്ക് ആണ് താനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 and 4 ആണ്. അപ്പൊ സി, ഓപ്ഷൻ സി 1 and 4 ആണ് എന്ത്? റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ബാക്കി കൊടുത്തത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്, പക്ഷെ അത് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതല്ല. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് എന്തായാലും കാണാതെ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി ഇസ് ദ ആബ്സെൻസ് ഓഫ്. ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ എന്താണ്? നമുക്ക് പൊളിറ്റിന്റെ നോളജ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വൺ ഓഫ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം എന്താണ്? എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യല്ലേ? എന്താണ്? എല്ലാവർക്കും എന്താണ്? ഒരു ഇക്വാലിറ്റി കിട്ടുക. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ചിലർക്ക് മാത്രം പ്രിവിലേജ്, ചിലർക്ക് മാത്രം എന്താണ്? മുൻഗണന, പരിഗണന ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഇക്വാലിറ്റി കിട്ടുക. എന്താണ് ഇക്വാലിറ്റി? അല്ലേ? എല്ലാവരും ഒരുപോലെ. അതാണ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി ഇസ് ദ ആബ്സെൻസ് ഓഫ് എന്താണ്? പ്രിവിലേജസ് ആണോ, റിസ്ട്രെയിൻസ് ആണോ, കോമ്പറ്റീഷൻ ആണോ, ഐഡിയോളജി ആണോ? എന്താണ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി? ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് അല്ലേ? പ്രിവിലേജസ്, അതായത് ചിലർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുക. അതെന്താണ്? അത് ഇക്വാലിറ്റി ആവുമോ? ഒരിക്കലും ഇക്വാലിറ്റി ആവില്ല, അല്ലെ? എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, അല്ലാതെ ചിലർക്ക് മാത്രം പ്രിവിലേജ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ആബ്സെൻസ് ഓഫ് പ്രിവിലേജ് ആണ് എന്ത്? ഇക്വാലിറ്റിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ്, ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രിവിലേജസ് ഒക്കെ ചിലർക്ക് മാത്രം പ്രിവിലേജ്, ചില പ്രിവിലേജസ് ഒന്നും ഇല്ലാതെ വെക്കുക, എല്ലാവരും ഒരുപോലെ ഉണ്ടാവുക, അതാണ് ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. അതെന്താ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും, അല്ലേ? ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് ആയിരിക്കും, അല്ലെ? ചിലർക്ക് മാത്രം പ്രിവിലേജ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതിന്റെ ആബ്സെൻസ് ആയിരിക്കും എന്ത്? ഇക്വാലിറ്റി. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ നോക്കിയേ. വിച്ച് പ്രിൻസിപ്പിൾ among the following was added to the directive principles of state policy by the 42nd amendment of constitution? ഞാൻ പറഞ്ഞു 42ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ്? 1976. ആ അമെന്റ്മെന്റ് പറയുന്ന പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം അത്രയും ഒരുപാട് കാരണങ്ങൾ ആ സംഭവം നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്? പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയതിനെ പറ്റി നമ്മൾ പറഞ്ഞു, അല്ലെ? പ്രിയാമ്പിളിൽ കുറെ വേർഡ്സ് ആഡ് ചെയ്യുന്നതിനെ പറ്റി നമ്മളിപ്പം പറഞ്ഞു. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ ആദ്യമായിട്ട് വന്നത് ഇവിടെ നിന്ന് എപ്പോഴാണ്? 42ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് 42ാമത്തെ അമെന്റ്മെന്റ്. അപ്പൊ ഇവിടെ ചോദിച്ചെന്താണ്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, അതിലേക്ക് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ഏതൊക്കെയാണ് ആഡ് ചെയ്യപ്പെട്ടതാണ് ചോദ്യം. 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലേക്ക് ഏതൊക്കെയാണ് ആഡ് ചെയ്യപ്പെട്ടത്? DPSP നിങ്ങൾക്ക് അറിയാം എന്താണ്? അതായത് എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതെന്താ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ ഗവൺമെന്റ് ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നുള്ള ഗവൺമെന്റിന് ഒരു ഡയറക്റ്റീവ് കൊടുക്കുന്ന സംഭവമാണ് DPSP എന്ന് പറയുന്നത്. ഓക്കെ, അത് ഗവൺമെന്റ് പാലിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇനി പാലിച്ചില്ലെങ്കിൽ പോലും എന്താണ്? നമുക്ക് എന്താ കോടതി പോകാൻ പറ്റില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ? നിങ്ങൾക്ക് എന്താ? കോടതി പോവാം, എനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ DPSPയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് പാലിച്ചില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. കാരണം അത് ഗവൺമെന്റ് ഇഷ്ടമാണ്, ഗവൺമെന്റ് വേണമെങ്കിൽ പാലിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ നമുക്ക് എന്താ? അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, അത് കോടതി പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇത് ഏത് പാർട്ടാണ്? പാർട്ട് 4ലാണ്. ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 36 to 51 ആണ്. ഓക്കെ, അപ്പൊ ഇതില് ചോദ്യം എന്താണ്? 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്യപ്പെട്ട ഏതൊക്കെയാണ്? 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്യപ്പെട്ടത് ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A, പിന്നെന്താണ്? ആർട്ടിക്കിൾ 39. ഈ 4 എണ്ണമാണ് എന്ത്? 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം DPSP ആഡ് ചെയ്യപ്പെട്ടത്. ഈ 4 എണ്ണം. അപ്പൊ നമുക്കറിയണം, ആ 4 അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഏതൊക്കെയാണ്? ഇതിൽ ഏതാണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ ആണോ?
അത് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം വന്നതാണോ? പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്, സെക്യൂറിംഗ് ലിവിംഗ് വേജ്, ഹ്യൂമൻ കണ്ടീഷൻസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ടു വർക്കേഴ്സ്. ഇതിൽ ഏതാണ് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം വന്നത്? ക്വസ്റ്റ്യൻ കണ്ട് ടെൻഷൻ ഒന്നും ആവണ്ട. DPSP ഉള്ള സിമ്പിൾ ടോപ്പിക് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് ഗസ് അടിച്ച് നോക്കിയേ അറിയില്ലെങ്കിൽ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പാർട്ടിസിപ്പേഷൻ ഇൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അത് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം വന്നതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 42ാമത്തെ അമെന്റ്മെന്റ് ചെയ്തപ്പം പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട പോയിന്റ് ആണ് എന്ത്? പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അത് വരുന്നത് ആർട്ടിക്കിൾ 43 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 43A, ആർട്ടിക്കിൾ 43A. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ ആദ്യമേ DPSP ഉണ്ട്. അത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടല്ലേ. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്താണ്? അതൊക്കെ ആദ്യമേ DPSP ഉള്ളതാണ്. ഓക്കെ, 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്യപ്പെട്ടത് ബി ആണ്. പിന്നെ 39A എന്ന് പറയുന്നത് എന്താണ്? അത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ ടു ദ പുവർ. അതൊക്കെയാണ് എന്ത്? 39A വരുന്നത്. നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് കാണാപ്പാടം പഠിക്കുക. DPSP കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്, DPSP കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് DPSP ആണ്. അതായത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ പോയിന്റ്സും DPSPന്റെ പോയിന്റ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വന്നിട്ട് എന്താ, ഇതിൽ ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഏതാണ് DPSP എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് DPSP ആണോ അല്ലെങ്കിൽ ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ എന്ന് മനസ്സിലാവണം. അത്രേ ഉള്ളൂ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും മനസ്സിലായിരിക്കണം. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ, അതായത് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി വെക്കുക. അല്ല എല്ലാ പോയിന്റ്സും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് വായിച്ചു കഴിഞ്ഞാൽ DPSP ആണോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ എന്ന് മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മൾ UPSCയുടെ 2026 ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് AVS അക്കാഡമിയിൽ. എല്ലാ ശനിയും ഞായറാണ് ക്ലാസ് ഉള്ളത്. അതുപോലെ തന്നെ KAS, അതായത് എന്താ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ക്ലാസ്സുകൾ നമ്മൾ നടക്കുന്നുണ്ട് ശനിയും ഞായറും. പിന്നെ എന്താ, ഫൗണ്ടേഷൻ ബാച്ച്, അതായത് നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി ലെവലിലുള്ളവർക്കുള്ള ഫൗണ്ടേഷൻ ബാച്ചസ് നമ്മൾ നടക്കുന്നുണ്ട്. പിന്നെ സബ്ജക്ട് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെന്താണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ മാക്സിമം കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊക്കെ എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ 2017 ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അതുപോലെ തന്നെ ബാക്കി ശനിയും തിങ്കൾ, ബുധൻ, അതുപോലെ തന്നെ വെള്ളി, ഈ ദിവസങ്ങളിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിപ്പോൾ ജോഗ്രഫി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൊളിറ്റിന്റെ അടുത്ത ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.